ഒരു വശത്ത് പാകിസ്ഥാൻ, മറുവശത്ത് ചൈന, രണ്ടിനും നടുവിലൂടെ ഇന്ത്യ വെട്ടിയെടുത്ത ഒരു രഹസ്യ വഴി. അതാണ് ഇറാന്റെ മണ്ണിലുള്ള ചബഹാർ തുറമുഖം. ചൈനയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇന്ത്യ കെട്ടിപ്പൊക്കിയ ആഗോള സാമ്രാജ്യം. ഇന്ത്യയുടെ വലിയൊരു ആഗോള സ്വപ്നത്തിന് മേൽ വീണ കനത്ത പ്രഹരത്തിന്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ രാത്രിയിൽ കഥകൾ മാറി. സീസ് ഫയർ ഇസ് ഡെഡ് എന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ യുഎസിന്റെ യുദ്ധവിമാനങ്ങൾ ചബഹാറിലേക്ക് മിസൈലുകൾ വർഷിച്ചു. അതെ, ഇന്ത്യയുടെ സ്വപ്ന കോട്ടയ്ക്ക് തൊട്ടടുത്ത് ഇപ്പോൾ അമേരിക്കൻ ബോംബുകൾ വീണ് തകർന്നിരിക്കുകയാണ്. ഇവിടെയാണ് ട്വിസ്റ്റ്. ചബഹാർ പോർട്ട് വെറും ഒരു ഇറാനിയൻ തുറമുഖമല്ല. ഇന്ത്യ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നിർമ്മിച്ച ഇന്ത്യയുടെ മാത്രം അഭിമാനമായ സ്ട്രാറ്റജിക് ലൈഫ് ലൈൻ കൂടിയാണ്. ചൈനയ്ക്കും പാകിസ്ഥാനും നൽകിയ കനത്ത മറുപടി. അങ്ങനെ ഒരു പോർട്ടിലാണ് ഇപ്പോൾ അമേരിക്കൻ ബോംബുകൾ വീണിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് ചബഹാറിൽ സംഭവിച്ചത്. ഇത്രയും കാലം തൊടാതിരുന്ന ഈ പോർട്ട് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യം വച്ചത് എന്തുകൊണ്ട്? ഇതിലൂടെ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വപ്നങ്ങൾ തകരുമോ? പരിശോധിക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാം. ഏപ്രിൽ മാസത്തിൽ ഉണ്ടായ ഒരു താൽക്കാലിക വെടിനിർത്തലിന് ശേഷം ഇതാദ്യമായിട്ടാണ് യുഎസ് മിലിറ്ററി ഇത്രയും ശക്തമായിട്ട് ഇറാനെ ആക്രമിക്കുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള കമേഴ്ഷ്യൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ട്രംപ് വീണ്ടും യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് സെൻകോം ഏകദേശം 90 താവളങ്ങളിലാണ് ബോംബിട്ടത്. അതിൽ ഏറ്റവും നിർണായകമായത് ചബഹാറിലെ മാരിടൈം കൺട്രോൾ ടവറും വൈദ്യുതി ലൈനുകൾ തകർത്തതുമാണ്. നഗരമാകെ ബ്ലാക്ക് ഔട്ടിലാണ്. പ്രത്യേക കാര്യം ഇതാണ്, ഭാഗ്യവശാൽ ഇന്ത്യ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സിവിലിയൻ പോർട്ട് ടെർമിനലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. പക്ഷേ യുദ്ധത്തിന്റെ ഭൂമിശാസ്ത്രം, ആ ഒരു ജോഗ്രഫിക്കൽ സ്കോപ്പ് ഇപ്പോൾ ചബഹാർ വരെ നീണ്ടിരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ ജിയോ പൊളിറ്റിക്സ് നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ പോർട്ടിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? 3 പ്രധാന കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്നാമതായിട്ട് ബൈപാസിംഗ് പാകിസ്ഥാൻ. അതായത് ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്കോ വ്യാപാരം നടത്തണമെങ്കിൽ പാകിസ്ഥാൻ വഴി പോകണമായിരുന്നു. എന്നാൽ പാകിസ്ഥാൻ അതിന് സമ്മതിക്കില്ല. ഇതിനൊരു തകർപ്പൻ ബദലായിട്ടാണ് ഇന്ത്യ ഒമാനിൽ നിന്ന് നേരിട്ട് ഇറാനിലേക്ക്, ചബഹാറിലേക്ക് ഒരു റൂട്ട് വെട്ടിയത്. പാകിസ്ഥാനെ തൊടാതെ നമുക്ക് സെൻട്രൽ ഏഷ്യയിൽ എത്താം. രണ്ടാമത്തെ കാര്യം കൗണ്ടറിംഗ് ചൈന. ചബഹാറിൽ നിന്ന് വെറും 170 കിലോമീറ്റർ മാറിയിട്ടാണ് പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട്. അത് നിർമ്മിച്ചത് ചൈനയാണ്. ചൈനയുടെ ഈ നീക്കത്തെ ചെക്ക് വെക്കാൻ ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിരുന്നു ചബഹാർ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC. ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് നീക്കം എളുപ്പമാക്കുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഹൃദയമാണ് ഈ ചബഹാർ പോർട്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ പോലും ഇന്ത്യ ഇറാനുമായിട്ട് 10 വർഷത്തെ ദീർഘകാല കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അവിടെയാണ് ഇപ്പോൾ US മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്ന് പറയണം. ഒരു വശത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന സുഹൃത്തായിട്ടുള്ള അമേരിക്ക, മറുവശത്ത് ഇന്ത്യയുടെ വലിയ സാമ്പത്തിക നിക്ഷേപമുള്ള ഇറാൻ. അമേരിക്ക പറയുന്നത് ഈ പോർട്ടിലെ ചില ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇറാൻ കപ്പലുകളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഈ മേഖലയിൽ ഒരു ഇംബാലൻസ്, ഒരു അസ്ഥിരത ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ട്രേഡിനെ ബാധിക്കും. കൂടാതെ ഈ ഒരു യുദ്ധം കാരണം ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇത് ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വിലയെ നേരിട്ട് ബാധിക്കും. അമേരിക്കൻ ഉപരോധങ്ങൾ ഭയന്ന പല ആഗോള കമ്പനികളും ഇനി ചബഹാറിലേക്ക് വരാൻ മടിച്ചേക്കാം. ഇത് ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രതികൂലമായിട്ടും ബാധിക്കും. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ കത്തുന്ന ഈ ഒരു തീ ഇപ്പോൾ ഇന്ത്യയുടെ ഉമ്മറത്ത് വരെ എത്തി നിൽക്കുകയാണ്. അമേരിക്കയുടെ ശത്രു ഇറാൻ ആണെങ്കിലും അവിടെ തകരുന്നത് ഇന്ത്യയുടെ ഹാർഡ് വർക്കും കോടികളുടെ ഇൻവെസ്റ്റ്മെന്റുമാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്. ട്രംപിനെ അനുനയിപ്പിച്ച് ചബഹാറിനെ യുദ്ധഭൂമിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? അതോ ചൈനയും പാകിസ്ഥാനും വിചാരിച്ചതുപോലെ ഇന്ത്യയുടെ ചബഹാർ സ്വപ്നം വഴിമുട്ടുമോ? വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.